This Good afternoon. Good afternoon, ma'am. Afternoon, ma'am. Accident and emergency എല്ലാവരും വായിച്ചു കഴിഞ്ഞില്ലേ? ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല മാം. ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ഡിസ്ചാർജ് പ്രോസസ്. ചാപ്റ്റർ നമ്പർ ഏതാ മാം? ചാപ്റ്റർ 11 ഡിസ്ചാർജ് പ്രോസസ് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ. A discharge from hospital is the formal release of patients from a hospital after a procedure of a course of treatment. A discharge happens whenever a patient leaves hospital on the completion of treatment, signing out against medical advice, transferring to another healthcare institution, or on death. Okay. ഇപ്പൊ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡിസ്ചാർജ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല് discharge from hospital is the formal release of patient from a hospital after a procedure of a course of treatment. Okay, അതായത് ഒരു ചികിത്സയുടെ നടപടിക്രമത്തിന് ശേഷം, അതായത് ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് ഡിസ്ചാർജ് എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കണം. A discharge from hospital is the formal release of patients from a hospital after a procedure of a course of treatment. Okay, clear ആയെന്ന് കരുതുന്നു. ഡബിൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ റിലീസ് ആണ്. അത് എന്തിനു ശേഷമാണ് നടക്കുന്നത്? ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയ ശേഷം രോഗിയെ ഔപചാരികമായിട്ട് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടുന്നതാണ് എന്ത്? ഡിസ്ചാർജ്. ഓക്കെ, ഇനി discharge happens whenever a patient leaves hospital on the completion of treatment. താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്ചാർജ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഓക്കെ, ഫോർമൽ റിലീസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇത് സംഭവിക്കുന്നത് പല സിറ്റുവേഷൻസിലാണ്. ഓക്കെ, ഡിസ്ചാർജ് സംഭവിക്കുന്നത് പല സിറ്റുവേഷൻസിലാണ്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ പറയുന്നത് whenever a patient leaves hospital on the completion of treatment. ഒരു രോഗി അദ്ദേഹത്തിന്റെ ചികിത്സ പൂർത്തിയായതിനു ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? ആ രോഗിക്ക് ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തത് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് അത് സാമാന്നാണ് കേട്ടോ അതിന്റെ ഷോർട്ട് ഫോം വരിക. സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് സാമ. ഓക്കെ, ഷോർട്ട് ഫോം. ഈ സാമ എന്ന് പറയുന്നത് അതായത് ഡോക്ടറുടെ ഉപദേശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഡോക്ടറിന്റെ ഉപദേശം കേൾക്കാതെ അവരുടെ അഡ്വൈസിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന രോഗികളെയാണ് എന്ത് പറയുന്നത്? സാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് അവരുടെ അനുവാദമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന രോഗികളുണ്ട്. ഓക്കെ, ഡാമയ്ക്ക് സെയിം തന്നെയാ. കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, ചില വ്യത്യാസങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ സാമ എന്ന് പറഞ്ഞാല് ഡോക്ടറുടെ അഡ്വൈസിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. അപ്പൊ അങ്ങനെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്തത് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? അതും ഡിസ്ചാർജ് സംഭവിക്കാനുള്ള കാരണമാണ്. ഇപ്പോ നിലവിലുള്ള ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിന്റെ കുറവ് കൊണ്ട് എന്ത് ചെയ്യാം? ചിലപ്പോൾ ആ രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതും എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ്. ഓക്കെ, ദെൻ ഓർ ഓൺ ഡെത്ത്. ഇനി ഒരു പേഷ്യന്റിന് മരണം സംഭവിക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ്.
നിലവിൽ ചികിത്സയിലുള്ള ഒരു പേഷ്യന്റിന് പെട്ടെന്ന് മരണം സംഭവിച്ചാല് ആ പേഷ്യന്റിന്റെ ബോഡി അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതും എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഇതിനകത്ത് ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ പഠിച്ചല്ലേ? ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫോർമൽ റിലീസ് ഓഫ് പേഷ്യന്റ് ഫ്രം എ ഹോസ്പിറ്റൽ ആഫ്റ്റർ എ പ്രൊസീജിയർ ഓഫ് എ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. അതാണ് ഡെഫിനിഷൻ. ഇനി ഡിസ്ചാർജ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ പേഷ്യന്റ് ലീവ്സ് ഹോസ്പിറ്റൽ ഓൺ ദ കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. അതാണ് ഒന്ന്. രണ്ടാമത്തത് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മൂന്നാമത്തത് transferring to another healthcare institution, and next one is on death. Okay, clear ആണ് അത്രയും കാര്യങ്ങള്? ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിസ്ചാർജ് രോഗിക്ക് സംഭവിക്കുന്നതെന്നും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. അതായത് പലതരത്തിലുള്ള ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ ഉണ്ട്, ഡിസ്ചാർജ് നടപടിക്രമങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റുട്ടീൻ ഡിസ്ചാർജ്, ആൻഡ് സെക്കൻഡ് വൺ AMA ഡിസ്ചാർജ്, തേർഡ് വൺ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ആൻഡ് ഫോർത്ത് വൺ ഡിസ്ചാർജ് ടു ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ. അപ്പൊ 4 ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ട്, 4 ടൈപ്പ് ഡിസ്ചാർജ് പ്രൊസീജിയർ ഉണ്ട്. ആദ്യത്തേത് റൂട്ടീൻ ഡിസ്ചാർജ് ആണ്, രണ്ടാമത്തത് AMA ഡിസ്ചാർജ് ആണ്, മൂന്നാമത്തത് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആൻഡ് ഫൈനലി ഡിസ്ചാർജ് ടു ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ റൂട്ടീൻ ഡിസ്ചാർജ്. അതിന്റെ നേരെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എ പ്ലാൻഡ് ഡിസ്ചാർജ് ഓൺ ദ അഡ്വൈസ്ഡ് ഡോക്ടേഴ്സ്. അതായത് ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആണ്. ആരുടെ ഉപദേശപ്രകാരം? ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേ. Routine discharge is referred to as the process of a patient being discharged from a hospital or healthcare facility after getting medical treatment or care. The healthcare team will then provide the patient with the information about their condition, medication, follow-up care, and any lifestyle changes necessary for them. Okay. So routine discharge എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അതായത് ഒരു പേഷ്യന്റിനെ എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം, ഓക്കെ, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? നോർമൽ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ മെജോറിറ്റിയും കാണാൻ കഴിയുന്നത് എന്ത് തരം ഡിസ്ചാർജ് ആണ്? അത് റൂട്ടീൻ ഡിസ്ചാർജ് ആണ്. ഓക്കെ, രോഗി എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കാണാനായിട്ട് വരുന്നു, ഡോക്ടർ അഡ്മിഷൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് കൊടുക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, the healthcare team will then provide the patient with information about their condition, medication, follow-up care, and lifestyle changes necessary for them. ഇനി ഈ റുട്ടീൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്തൊക്കെയാ? അതായത് റുട്ടീൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അയാൾ പോകുമ്പോൾ മെഡിക്കേഷൻസ് കൊടുക്കും, മരുന്നുകൾ കൊടുക്കും. അത് റുട്ടീൻ ഡിസ്ചാർജിൽ മാത്രമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. മരുന്നുകൾ കൊടുക്കും, അതുപോലെ തന്നെ ഫോളോ അപ്പ് കെയർ ആൻഡ് എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നെസസറി ഫോർ ദം. അതുപോലെ തന്നെ അവരുടെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടീഷനാണ്, നിങ്ങളുടെ കണ്ടീഷൻ ഒന്നും കൂടി ബെറ്റർ ആവാനുണ്ട്, അപ്പൊ പ്രസന്റ് കണ്ടീഷനെ കുറിച്ച് എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ദെൻ അയാൾ വീട്ടില് ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ചില പേഷ്യൻസിന് വീട്ടിൽ ചെല്ലുമ്പോൾ ചില അയാളുടെ, അതായത് അയാളുടെ ഭക്ഷണക്രമങ്ങൾ, ഫുഡ് പ്ലാനിൽ ചില ചേഞ്ചസ് വരുത്താനായിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും? വിവരിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം രോഗി എന്ത് ചെയ്യാണ്? ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? മോചിപ്പിക്കുന്നതാണ് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആയതിനു ശേഷം, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം. ഇനി ഈ രോഗികൾക്കാണ് ഡോക്ടർ മരുന്നുകൾ കൊടുക്കുന്നതും
കൂടാതെ അവരുടെ കണ്ടീഷനെ കുറിച്ച് പറയുന്നതും ദെൻ വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കെയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ AMA ഡിസ്ചാർജ് ആണ് കേട്ടോ. AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ അതായത് ഡോക്ടറുടെ നിർദ്ദേശമല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജിനെയാണ് എന്ത് പറയുന്നത്? AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരിക. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് അല്ലെ. AMA discharge indicates against medical advice discharge which occurs when a patient takes decision to leave a hospital or healthcare facility before their treatment is complete against the advice of their healthcare provider. AMA discharge may occur for a variety of reasons, including a desire to leave the hospital early, disagreement with the recommended treatment plan, or defect with the quality of care. Okay. അതായത് ഒരു പേഷ്യന്റ് എന്ത് ചെയ്യാണ്? ഡോക്ടറുടെ അഡ്വൈസിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണത് AMA ഡിസ്ചാർജ്. അതായത് പേഷ്യന്റ് തന്നിഷ്ടപ്രകാരമാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഡിസ്ചാർജ് സംഭവിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചികിത്സയിലിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ട്രീറ്റ്മെന്റിന്, അതായത് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഡിസ്ചാർജ് അവിടെ സംഭവിക്കുന്നത്. ഇത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ അഥവാ ഡോക്ടറുടെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം കേൾക്കാതെയാണ് എന്ത് പോകുന്നത്? ഇങ്ങനെയുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നത്. ഇനി AMA ഡിസ്ചാർജ് സംഭവിക്കാൻ പല കാരണങ്ങളുണ്ട്. ഓക്കെ, വെറൈറ്റി ഓഫ് റീസൺ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? AMA ഡിസ്ചാർജ് സംഭവിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ കാരണം റീസൺ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി, അതായത് നേരത്തെ ഹോസ്പിറ്റലിൽ വിടാനുള്ള രോഗിയുടെ തീരുമാനം. നമുക്കറിയാം ചില പേഷ്യൻസിന്, ഇപ്പൊ പ്രായമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒട്ടും ഹോസ്പിറ്റലിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ വീട് പോലെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹോസ്പിറ്റലിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് തോന്നില്ല, അവർക്ക് തോന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒട്ടും കഴിയാതെ അവിടുത്തെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് വരും? പേഷ്യന്റിന് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ വിടാനുള്ള ഒരു താല്പര്യം വരും. അതാണ് ആദ്യത്തെ റീസൺ. ദെൻ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഓക്കെ, അതായത് അവിടെ ചികിത്സയിലുള്ള രോഗിക്ക് അവിടുത്തെ ചികിത്സയോടുള്ള, അവരുടെ ട്രീറ്റ്മെന്റിനോടുള്ള വിയോജിപ്പ്. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ പറയണ ഒരു പേഷ്യന്റ് പനിയായിട്ട് വന്നെന്ന് വിചാരിക്കാം. അതായത് 7 ദിവസത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? അഡ്മിറ്റ് ചെയ്യുന്നത്. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ടെമ്പറേച്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. പനിക്ക് കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. ഇയാൾ ഇത് ഡോക്ടറോട് പറഞ്ഞു, പേഷ്യന്റ് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് കാര്യമായിട്ട് വ്യത്യാസമൊന്നും തോന്നുന്നില്ല, എന്തെങ്കിലും ഫർദർ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള മെഡിക്കേഷൻസ് എനിക്ക് തന്നെന്ന് പറയുകയാണ്. പക്ഷെ ഇത് ഡോക്ടർ അതൊന്നും കേൾക്കുന്നില്ല. ഡോക്ടർ പറയാണ് 7 ദിവസം കഴിയാണ്ട് പുതിയ മരുന്നുകളൊന്നും അലോ ചെയ്യുന്നതല്ല എന്ന് പറയാണ്. ഓക്കെ, വീണ്ടും ഇയാള് 2 ദിവസം കൂടി വെയിറ്റ് ചെയ്തു. എന്ത് ചെയ്യാണ്? ഇയാൾക്ക് എന്താണ് കാര്യമായിട്ട് യാതൊരു കുറവും തോന്നുന്നില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ആവുമോ അല്ലെ, അതായത് വേറൊരു ഡോക്ടറെ കാണിക്കാനായിട്ട് തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുകയോ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതായത് ഡിസഗ്രിമെന്റ്, റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാനിലുള്ള ഡിസഗ്രിമെന്റ്, വിയോജിപ്പ് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള AMA ഡിസ്ചാർജിന് കാരണമാകാറുണ്ട്. ദെൻ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, അതായത് പരിചരണത്തിലുള്ള കുറവ്. ചില ഹോസ്പിറ്റലുകളില് രോഗിയെ വേണ്ട രീതിയിൽ എന്ത് ചെയ്യില്ല, ട്രീറ്റ് ചെയ്യില്ല. മോശം ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മോശം, അതായത് നഴ്സുമാരൊന്നും എന്ത് ചെയ്യില്ല, നേരാവണ്ണം രോഗികളെ, പേഷ്യൻസിനെ പരിചരിക്കില്ല. അപ്പൊ പരിചരണത്തിലുള്ള കുറവ് കാരണം അവരെ കുറെ പൈസ അടച്ചിട്ടാണ് അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഹ്യൂജ് എമൗണ്ട് അടച്ചു കഴിഞ്ഞിട്ട് അവർ അവിടെ കിടക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യണ്ടേ. പക്ഷെ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്താണ്, അവരവിടെ കിടക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? സ്വയം ഇഷ്ടപ്രകാരം പോകാനായിട്ട് നോക്കും. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? AMA സംഭവിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി, ഡിസഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ,
or defect with the quality of care. Okay. Clear ആണോ? Routine discharge, IMA discharge. Then the AMA form contains, അതൊന്ന് വായിക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം. നിങ്ങൾ തന്നെ വായിക്കണ്ട. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ AMA ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. AMA ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ഒരു വ്യക്തി, അതായത് ഡോക്ടറുടെ ഇഷ്ടത്തോടെ അല്ലാതെ സ്വയം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ വിട്ടു പോവുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തനിയെ പോകാനായിട്ട് സാധിക്കില്ല. വെറും കൈവീശി എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാനായിട്ട് പറ്റില്ല. അയാൾ എന്ത് ചെയ്തിരിക്കണം, AMA ഫോം എഴുതി അവിടെ സൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പൊ എന്താണ് ആ ഒരു AMA ഫോമില് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് പേഷ്യന്റ്, AMA വാങ്ങി പോകുന്ന പേഷ്യൻസ് എഴുതി കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. I am leaving the hospital ward against the medical advice. Doctor explained to me about my disease condition and ill effects of discharge medical advice. Doctors, hospital and staff will not be responsible for any ill effects that might happen after my departure. Okay. അതായത് ഞാൻ ഇവിടെ നിന്ന് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വാങ്ങിച്ചു പോവുകയാണ്, AMA വാങ്ങിച്ചു പോവുകയാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചും, അതായത് പ്രസന്റ് മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലുള്ള ദൂഷ്യഫലങ്ങള്, ഇൽ ഇഫക്ട്സിനെ കുറിച്ചും ആര് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയി കഴിഞ്ഞ, അതായത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഡോക്ടറോ ഹോസ്പിറ്റലോ അവിടെയുള്ള സ്റ്റാഫുകളോ ഉത്തരവാദികളായിരിക്കില്ല എന്നാണ് എന്തിൽ പറയുന്നത്, AMAയിൽ എഴുതി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എഴുതി കൊടുക്കുന്നതിന് ശേഷം എന്ത് ചെയ്യും, അയാളുടെ, അതായത് ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ പേരെഴുതും, അല്ലെങ്കിൽ അവിടെ റിലേറ്റീവിന്റെ പേരെഴുതും. ഓക്കെ, ഇനി എഴുതാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ റിലേറ്റീവ് ആയിരിക്കും ഇത് എഴുതി കൊടുക്കുന്നത്. ദെൻ റിലേറ്റീവ് ആണെങ്കിൽ റിലേഷൻ എഴുതും. ഓക്കെ, എന്താണ് ബന്ധം എന്നുള്ളത് എഴുതും, പേഷ്യന്റുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് എഴുതും. ദെൻ സിഗ്നേച്ചർ ഇടും ആൻഡ് ഡേറ്റ് ഇടും. ഓക്കെ, അതായത് പോകാൻ തീരുമാനിച്ച ഡേറ്റ് ഇടും, പോകാൻ തീരുമാനിച്ച ടൈം. ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടാവും, AMA ഫോമിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം അവിടെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്നത് AMA വാങ്ങിച്ചു പോകുന്നവര്? ഒന്ന് കമന്റ് ചെയ്തേ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനാണ് നമ്മൾ കൺസെന്റ്, ഇങ്ങനോട് കൺസെന്റ് ഫോം അവിടെ സൈൻ ചെയ്ത് അല്ലെങ്കിൽ എഴുതി രേഖാമൂലം എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാ? സ്റ്റാഫ് സേഫ്റ്റി, ഉത്തരവാദിത്തമില്ലാതിരിക്കാൻ. ശരിയാണ്. അതായത് ഇൻ കേസ് ഈ ഒരു പേഷ്യന്റ് ഇങ്ങനെ എഴുതി കൊടുത്ത് പോയി കഴിഞ്ഞാൽ, ഇൻ കേസ് അയാൾ ഇപ്പൊ ഡെത്ത് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അയാൾക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാവുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഡെത്ത് ആവുന്ന കേസിലൊക്കെ ആണെങ്കിൽ പോലീസിന്റെ എൻക്വയറി ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ നേരെ ഇങ്ങോട്ടാ പോലീസ് വരിക, അയാള് ചികിത്സയിൽ ഇരുന്ന ഹോസ്പിറ്റലിലേക്കാ വരിക. അപ്പൊ അയാള് പോലീസിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കും, ചിലപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പേഷ്യന്റ് എന്തിന് നിങ്ങൾ വിട്ടയച്ചു എന്നുള്ള ഒരു ചോദ്യത്തിന് റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സൂക്ഷിച്ചിരിക്കുന്നത്, AMA സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അവർ ഈ കോർട്ടുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റിഗേഷനിലോ അവരെ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് അവർക്കെതിരെ ഒരു ആക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവിന്റെയോ കയ്യിൽ നിന്ന് എന്ത് മേടിച്ചു വെക്കുന്നത്, ഈ ഒരു കൺസെന്റ് ഫോം എഴുതി സൈൻ ചെയ്ത് മേടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
നമുക്ക് അടുത്ത ഡിസ്ചാർജ് പ്രൊസീജിയർ നോക്കാം. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്താണ്? അതായത് മറ്റൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. either as a referral or as by patient request, transfer to another healthcare facility refer to the process of moving a patient from one hospital or healthcare facility to another, usually for the purpose of getting specialized medical care or services that are not available at the present facility. The transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care, or it may be requested by the patient or their family due to valid reason. A physician referral form is used to refer patients to a specialist for medical treatment while transferring to another hospital. ഓക്കെ, അപ്പൊ നിലവിൽ ചികിത്സയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നടക്കുന്നത്? ഒന്നില്ലെങ്കിൽ, അതായത് ഇവിടെ പറയുന്നുണ്ട് ഡോക്ടർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റെഫർ ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനെ റെഫർ ചെയ്യാം. അല്ലെങ്കിൽ പേഷ്യന്റ് നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകാം. രണ്ടും രണ്ട് തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രോഗിയെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫിസീഷ്യൻ തന്നെ എന്ത് ചെയ്യാം? നിലവിൽ അയാളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഫിസീഷ്യൻ തന്നെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ തന്നെ എന്ത് ചെയ്യാം? സജസ്റ്റ് ചെയ്യാം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവാൻ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നിലവിൽ ചികിത്സയിലുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള, അയാൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള ഒരു കാരണം വരുമ്പോൾ എന്ത് ചെയ്യും? രോഗികളെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പേഷ്യന്റോ പേഷ്യന്റ് റിലേറ്റീവോ എന്ത് ചെയ്യാറുണ്ട്? കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? ഷിഫ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം? ഈ ഒരു ട്രാൻസ്ഫർ നടക്കാം. ഒന്നില്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ സംഭവിക്കാം. അല്ലെങ്കിൽ രോഗിയുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ സംഭവിക്കാം. ഓക്കെ, എന്നിരുന്നാലും നല്ല രീതിയിൽ മികച്ച സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രാൻസ്ഫർ നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് പേഷ്യന്റിന്, അതായത് പേഷ്യന്റിന്റെ ഫാമിലിക്ക് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ട്രാൻസ്ഫർ സംഭവിക്കാന്ന് പറയുന്നുണ്ട് അല്ലെ. ചിലപ്പോ ട്രീറ്റ്മെന്റിനോടുള്ള ഡിസഗ്രിമെന്റ് ആകാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ പരിചരണത്തിലുള്ള കുറവായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാറുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഫിസീഷ്യൻസ് റെഫറൽ ഫോം ഈസ് യൂസ്ഡ് ടു റെഫർ patients to a specialist for medical treatment while transferring to another hospital. ഒരു പേഷ്യന്റിനെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫിസീഷ്യന്റെ റെഫറൽ ഫോം അത്യാവശ്യമാണ്, എമർജൻസി ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഡോക്ടറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പറയാണ് ഈ രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു പരിചരണം അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ രോഗി തനിച്ചു പറയാണ് എനിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അയാൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാലും ഇത് രണ്ടിനും എന്ത് വേണം? ഫിസീഷ്യന്റെ റെഫറൽ ഫോം വേണം. ഓക്കെ, റെഫറൽ ഫോം ഉണ്ടെങ്കിലാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണോ നമ്മൾ ഷിഫ്റ്റ് ആകുന്നത് അവിടെയുള്ള ഡോക്ടർക്ക് ഇദ്ദേഹത്തെ തുടർ ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, കാരണം അദ്ദേഹം കുറച്ചു ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടന്ന വ്യക്തിയാണ്, ധാരാളം മെഡിക്കേഷൻസ് അയാൾ കഴിച്ചിട്ടുണ്ടാവാം, ധാരാളം ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാവാം, ധാരാളം ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സമ്മറി, അതിനെയാണ് എന്ത് പറയുന്നത്? റെഫറൽ ഫോം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ചികിത്സിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ, ഒരു പേഷ്യന്റിനെ ചികിത്സിച്ച ഒരു ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്? റെഫറൽ ഫോം എഴുതുന്നത്. അതിനകത്ത് ആ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ, അദ്ദേഹത്തിന് അതായത് ഇന്നാണ് അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ന് വരെയുള്ള മെഡിക്കൽ കണ്ടീഷൻ, കൂടാതെ അദ്ദേഹം എന്തൊക്കെ മരുന്നുകളാണ്, മെഡിക്കേഷൻസ് ആണ് കഴിച്ചിട്ടുള്ളത്, അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ, അതായത് റിസൾട്ടുകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉണ്ടാകും, ഈ ഒരു റെഫറൽ ഫോമിൽ ഉണ്ടാകും. ഈ റെഫറൽ ഫോം
പുതിയൊരു ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത് അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ എന്ത് തന്നെ ആയാലും പേഷ്യന്റ് റെഫറൽ ഫോം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് പറഞ്ഞത്, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ എന്ത് വേണം? ഫിസിഷ്യൻ, അതായത് ഡോക്ടർ തരുന്ന ഒരു റെഫറൽ ഫോം എന്ത് ചെയ്യണം? കൊണ്ടുപോയിരിക്കണം. അതായത് പേഷ്യന്റ്, ഏത് പേഷ്യന്റിനെയാണോ നമ്മൾ കൊണ്ടുപോകുന്നത് ആ പേഷ്യന്റിന്റെ മെഡിക്കേഷൻസ്, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ, കൂടാതെ അദ്ദേഹത്തിന്റെ ടെസ്റ്റുകളും റിസൾട്ടുകളും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക ഡോക്യുമെന്റ് ആണ് റെഫറൽ ഫോം എന്ന് പറയുന്നത്. ഇത് ഏത് ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോകുന്നത് അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് വീണ്ടും ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇപ്പോ നിലവിൽ ചികിത്സയിലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹം ചിലപ്പോ 7 ദിവസമായിരിക്കും അവിടെ കിടന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 7 ദിവസമായിരിക്കും അതിനകത്ത് കിടന്നിട്ടുണ്ടാവാടോ ആ പേഷ്യന്റ്. അദ്ദേഹത്തിന് ആ 7 ദിവസം കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആന്റിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും, ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത വ്യക്തിയാണെങ്കിൽ വീണ്ടും നമ്മൾ പുതിയൊരു ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത് അല്ലെ. ഈ ഇതിന്റെ ഒരു എന്താ പറയാ റെഫറൽ ഫോം ഇല്ലെങ്കിൽ ഈ ആന്റിബയോട്ടിക്സ് കഴിച്ച കാര്യം ഇനി ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് വീണ്ടും സെയിം ആന്റിബയോട്ടിക്സ് തന്നെ എന്ത് ചെയ്യും? എഴുതും, ഈ റെഫറൽ ഫോം ഇല്ലെങ്കിൽ. അപ്പൊ ഇത്രയും, അതായത് ഇന്ന് നമ്മൾ തന്നെയാണല്ലോ, നമ്മളിപ്പോ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ രോഗം മാറിയില്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ കാണിക്കും അല്ലെ. അങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഈ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യും? ആ പുതിയൊരു ഡോക്ടറോട് നമ്മൾ പറയില്ലേ? നമ്മൾ പറയാതിരിക്കോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവരെന്ത് ചെയ്യുന്നത്? നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നത്. അപ്പൊ ഈ ഒരു റെഫറൽ ഫോമിൽ എന്തുണ്ട്? എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്ചാർജ് ടു ഹോസ്പീസ് ഓർ പാലിയേറ്റീവ് കെയർ. അതായത് പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണ കേന്ദ്രത്തിലേക്ക് രോഗി എന്ത് ചെയ്യാണ്? ഷിഫ്റ്റ് ചെയ്യാണ്. അതെന്താണെന്ന് നോക്കാം. Discharge to hospice or palliative care means the process of transferring a patient from a hospital or healthcare facility to a specialized program or facility that provides end-of-life care for patients with a serious or terminal illness. അതായത് രോഗി എന്ത് ചെയ്യുന്നു? ഈ ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ പേഷ്യന്റിന് ജീവിതാവസാനം വരെയുള്ള കെയർ ആണ് പേഷ്യന്റിന് കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം, ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവര്, കിടപ്പിലായിട്ടുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസ്, ഇവരൊക്കെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? പാലിയേറ്റീവ് കെയർ പോലുള്ള സെന്റേഴ്സിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. കാരണം എന്താ? അവർക്ക് ലൈഫ് ലോങ് എന്ത് കിട്ടും? അവിടെ ട്രീറ്റ്മെന്റ് കിട്ടും. ഓക്കെ, അവരുടെ എല്ലാത്തരം കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം അവിടെയുണ്ട്, പാലിയേറ്റീവ് കെയർ പോലുള്ള സ്ഥാപനത്തിലുണ്ട്. ഓക്കെ, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അല്ല അവർ കൊടുക്കുന്നത്, കൂടാതെ മെന്റൽ സപ്പോർട്ടും കൂടി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പാലിയേറ്റീവ് കെയർ പോലുള്ള സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടാതെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ആര് കൊടുക്കുന്നുണ്ട്? ഈ ഒരു പാലിയേറ്റീവ് കെയർ പോലുള്ള സ്ഥാപനങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ തീരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ളവരും, അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്ത പേഷ്യൻസ്, കിടപ്പിലായ പേഷ്യൻസ്, ഓക്കെ, ഇവർക്കൊക്കെ ഉള്ള എന്താ പറയാ ഒരു സാന്ത്വന പരിചരണ കേന്ദ്രം, അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു സെന്റർ കൂടിയാണത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഇടയ്ക്കിടക്ക് പെയിൻ അനുഭവപ്പെടും ഇങ്ങനെയുള്ള പേഷ്യൻസിന്. ഓക്കെ, നിലവിളിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് അവർക്ക് സിംറ്റംസ് ഉണ്ടാവും, ലക്ഷണങ്ങൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കും. അപ്പൊ ഏത് സമയം എന്ത് വേണം? അവർക്ക് കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ AMA പറഞ്ഞല്ലോ. AMA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
AMA കമന്റ് ചെയ്ത് AMA എന്താ? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലേ? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് എഴുതാട്ടോ എന്താണെന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എഴുതിക്കോളൂ, ലാമ. കുറച്ച് ഫുൾ ഫോം ഉണ്ട് കേട്ടോ, അതൊന്ന് എഴുതിയെടുക്കണം. AMAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അബ്രീവിയേഷൻസ്, മെഡിക്കൽ അബ്രീവിയേഷൻസ് ഉണ്ട്. ഏകദേശം എല്ലാം സിമിലർ ആണ്. പിന്നെ അതിന്റെ പേര് പോലെ തന്നെ അതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. നോട്ട് ചെയ്തെടുക്കുക. ടൈപ്സ് ഓഫ് AMA. ടൈപ്സ് ഓഫ് AMA. ഫസ്റ്റ് വൺ ലാമ. ലാമ. ലാമയുടെ ഫുൾ ഫോം ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലാമ. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സെക്കൻഡ് വൺ ഡാമ. ഡാമ കേട്ടോ, ഡാമ. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മൂന്നാമത്തേത് സാമ. എന്താണ് സാമ? നമ്മൾ ആ PDF നോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? സാമ എന്താ? കമന്റ് ചെയ്തേ വേഗം. സാമ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, അപ്പൊ എഴുതിയോ? ലാമ എഴുതി, ഡാമ എഴുതി, സാമ എഴുതി. എല്ലാവരും എഴുതിയോ? ഓക്കെ, ദെൻ അടുത്തത് നെക്സ്റ്റ് വൺ DAOR. 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 ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. OWN കേട്ടോ. ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. OWN. DAOR. ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. OWN. റിസ്ക്. ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ DOPR. 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 ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഡിസ്ചാർജ് ഓൺ, അത് ON ആണ് കേട്ടോ. ON ആണ്. ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. Then drama. Last one, drama. Discharge request against medical advice. Discharge request against medical advice. Discharge request against medical advice. Okay.
അപ്പൊ ഫസ്റ്റ് വൺ ലാമയാണ്. ഒന്നും കൂടി ഞാൻ എല്ലാം പറയുവാണ് കേട്ടോ. ഒന്നും കൂടി പറയുവാണ്. ലാമ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഡാമ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. സാമ സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. DAOR ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക് ആണ്. DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. Then drama discharge request against medical advice. Okay, എല്ലാരും get ചെയ്തോ? എല്ലാവർക്കും കിട്ടിയോ? Okay. ടൈപ്സ് ഓഫ് AMA ആണ് ക്യാപ്ഷൻ കേട്ടോ. പലതരത്തിലുള്ള അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ടൈപ്സ് ഓഫ് AMA. ഓക്കെ, ഇനി നിങ്ങൾ അടുത്തത് നോക്കിയേ, നോട്ടിൽ നോക്കിയേ. തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ് റൈറ്റ് അവേ ടു റിമൂവ് ദ ഒബ്സ്റ്റാക്കിൾസ് ഇൻ യുവർ ഡിസ്ചാർജ് പ്രോസസ് ആൻഡ് ഇംപ്രൂവ് റവന്യൂസ്. അതായത് നിങ്ങളുടെ ഡിസ്ചാർജ് പ്രോസസ്സിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഹോസ്പിറ്റലിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനും ഉടനടി നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇക്കാര്യങ്ങള് ഉറപ്പുവരുത്തേണ്ടത്. ഇത് നടക്കുന്നുണ്ടോ, അത് പ്രോപ്പർ ആയിട്ടാണ് പോകുന്നതെന്ന് ആരും ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. നമ്മുടെ ഡിസ്ചാർജ് പ്രക്രിയയിൽ പല തടസ്സങ്ങളും കാണാറുണ്ട് അല്ലെ. അതായത് നമുക്കറിയാം, നമ്മളൊരു അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ എന്താ പറയാ, പല രീതിയിൽ നമുക്ക് മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊക്കെ വരാറുണ്ട് ഡിസ്ചാർജിന്റെ ആ ഒരു സമയത്ത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തടസ്സങ്ങൾ നീക്കുന്നതിനും ഇതിനോടനുബന്ധിച്ച് ആ ഒരു ഹോസ്പിറ്റലിലെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോ അത് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇക്കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് വൺ, എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം. നമുക്കറിയാം ഡിസ്ചാർജ് സമയം, ഇപ്പൊ രാവിലെ തന്നെ ഡോക്ടർ വരികയാണ്, നമ്മളെ ഒന്ന് കൺസൾട്ട് ചെയ്തു, നമ്മളത് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ നമുക്ക് ഡിസ്ചാർജ് എഴുതാണ്. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ വിട്ടു പോകാനായിട്ട് സാധിക്കോ? ഒന്ന് കമന്റ് ചെയ്തേ. ഡോക്ടർ വന്നു, രാവിലെ ഒരു 10 മണിയാകുമ്പോഴാണ് ഡോക്ടർ വരാന്ന് വിചാരിക്കുക. ഡോക്ടർ ഡിസ്ചാർജ് എഴുതി, നമുക്ക് 10 മണിക്ക് പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ, പോകാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് പോകാനായിട്ട് പറ്റാത്തത്? റീസൺ എന്താണ്? പോകാൻ പറ്റാത്തതിന്റെ റീസൺ എന്തായിരിക്കും? ബില്ലിംഗ് ആണ് അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ട് ബില്ലിംഗ് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾക്ക് അവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ മാത്രമല്ല അവിടെ പേഷ്യൻസ് ആയിട്ട് വരുന്നത് അല്ലെ, ധാരാളം പേഷ്യൻസ് ഉണ്ട് അറ്റ് എ ടൈം. അതായത് നമ്മളോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അവരെയും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അവരുടെയൊക്കെ ബില്ലുകളൊക്കെ എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബില്ലുകളൊക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഡിസ്ചാർജ് വൈകാറുണ്ട്. അപ്പൊ എന്ത് വന്നാലും ഡിസ്ചാർജ് വേഗത്തിൽ നടക്കണമെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ സ്റ്റാഫുകളൊക്കെ കൂടുതൽ അപ്പോയിന്റ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കുറവ് നികത്താനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്. അതായത് ഇലക്ട്രോണിക് ചാർട്ടുകൾ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകൾ, പേഷ്യന്റിന്റെ ഫയലുകൾ ഉണ്ടല്ലോ, മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ പേഷ്യന്റ് ഡേ ടു ഡേ ഉള്ള ചാർട്ടുകള്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് ആയിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അതായത് ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പേഷ്യന്റിനെ തമ്മിൽ മാറിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ചേഞ്ച് ചെയ്യുന്ന, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസ് തമ്മിൽ മാറിപ്പോകാറുണ്ട് ചില സമയത്തൊക്കെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികളൊക്കെ തമ്മിൽ മാറിപ്പോകാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട് ഹോസ്പിറ്റലുകളിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്ത് ചെയ്യണം, സിസ്റ്റത്തില് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡാറ്റ രൂപത്തില് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡും ചാർട്ടുകളും കീപ്പ് ചെയ്യണം. Then third one, discharge planning during admission. അഡ്മിഷൻ സമയത്ത് തന്നെ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് പ്ലാൻ ചെയ്തിരിക്കണം.
അതിപ്പോ എങ്ങനെയാണ് എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവാൻ വന്നു കഴിഞ്ഞാല് ഡോക്ടർ എന്ത് ചെയ്യും, ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിലായിരിക്കും പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയല്ലോ. ആ ഒരു സമയത്ത് തന്നെ, അതായത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഡോക്ടർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് പ്ലാൻ ചെയ്യും. അതായത് ഈ രോഗിയെ ഒരു 7 ദിവസത്തേക്കാണ് ഞാൻ കിടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രോഗിയെ 5 ദിവസത്തേക്കാണ് കിടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്ത് ചെയ്യും, ഡോക്ടർ അന്നേ തന്നെ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ടൈം തന്നെ എത്ര പേഷ്യൻസ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത്. ഇത് കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നും ഡിസ്ചാർജില് ക്രിയേറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ സമയത്ത് തന്നെ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യുക. ദെൻ 4ാമത്തെ പോയിന്റ്, ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, അതായത് പരിചരണം ഏകോപിപ്പിക്കുക. ഓക്കെ, അതായത് അവിടെയുള്ള സ്റ്റാഫുകളുടെ പരിചരണം. ഇപ്പോ ഓരോ പേഷ്യൻസിനും, വാർഡിലാണല്ലോ എല്ലാ പേഷ്യൻസിനും കിടക്കുക, അങ്ങനെയുള്ളപ്പോൾ ആ വാർഡില് രോഗികളെ, അതായത് അവിടെയുള്ള പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യണം, ഒരുപോലെ തന്നെ കെയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ കുറച്ചു നാൾ കിടക്കുമ്പോൾ തന്നെ എന്താണ്, ധാരാളം തുക എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കെയർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ കിടക്കാനായിട്ട് താല്പര്യപ്പെടോ? ഒരു 10,000 അല്ലെങ്കിൽ 20,000 30,000 രൂപയ്ക്ക് നമ്മൾ കെട്ടിവെക്കാണെന്ന് കരുതുക. ഓക്കെ, നമ്മൾക്ക് ആ ഒരു പൈസ, നമ്മൾ എത്ര തുകയാണോ അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്, അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു എമൗണ്ടിന്റെ ആ ഒരു പരിചരണം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ വെറുതെ എന്താ പറയാ, എല്ലാവരും നോക്കുന്ന പോലെ വെറുതെ യൂഷ്വൽ ആയിട്ടാണ് വന്ന് നോക്കുന്നത്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു വാർഡിൽ നമ്മൾ കിടക്കാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സ്റ്റാഫുകളുടെ കെയർ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, then 5th point, better bed management. ഓക്കെ, ബെഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഒരു വാർഡിലാകുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, കിടക്കകൾ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം. കിടക്കകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, രോഗികളെ കിടത്തി ചികിത്സിക്കാനായിട്ട് സാധ്യമല്ല അല്ലെ. അപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, ബെഡ് മാനേജ്മെന്റ്, അതായത് ബെറ്റർ ആയിട്ടുള്ള ഒരു ബെഡ് മാനേജ്മെന്റ് അവിടെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. The last one, ensure discharge medication reaches the ward ASAP. ASAP എന്ന് പറഞ്ഞാൽ എന്താണ്, ASAP ഫുൾ ഫോം എന്ന് പറഞ്ഞേ. ASAP അറിയാമോ ആർക്കെങ്കിലും? കമന്റ് ചെയ്തേ. ASAP എന്താ? As soon as possible എന്നാണ് കേട്ടോ. As soon as possible, അതായത് എത്രയും പെട്ടെന്ന്. ഡിസ്ചാർജ് മെഡിക്കേഷൻസ് രോഗിയുടെ കയ്യില്, അതായത് ആ വാർഡില് എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു രോഗി ഡിസ്ചാർജ് ആയെന്ന് വിചാരിക്കുക, ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, രോഗിയുടെ കയ്യിൽ എത്തിക്കണം, ഡിസ്ചാർജ് മെഡിക്കേഷൻസ് കൊണ്ടുവന്ന് കൊടുക്കണം. അതാണ് പറയുന്നത് കേട്ടോ. ഡിസ്ചാർജ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഡിസ്ചാർജ് മെഡിക്കേഷൻസ് രോഗിയുടെ കയ്യിൽ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഈ ഒരു തടസ്സങ്ങൾ, ഡിസ്ചാർജ് പ്രോസസ്സിലെ തടസ്സങ്ങൾ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ റവന്യൂസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം ആണ്. സെക്കൻഡ് വൺ, ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. തേർഡ് വൺ, ഡിസ്ചാർജ് പ്ലാനിംഗ് ഡ്യൂറിംഗ് അഡ്മിഷൻ. And fourth one, improve care coordination. Fifth one, better bed management. Sixth one, ensure discharge medication reaches the ward. Okay, clear ആണോ? ഞാനിപ്പോ മൈക്ക് ഓൺ ചെയ്യാട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയും പറഞ്ഞതില് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കാം. ലാമന്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? എന്താ? ലാമന്റെ ഫുൾ ഫോം കേൾക്കുന്നില്ല റംല, ഒട്ടും കേൾക്കുന്നില്ല. ലാമന്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ ലാമ. ലീവോ? ലീവ്, ലീവ്, LEAVE, ലീവ്. ഓക്കെ.
മാം ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്താ? കേൾക്കുമ്പോ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണല്ലോ, ആകെ DAMR ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് ഇതിന്റെ ഡിഫറൻസ് നമ്മൾക്ക് കൂടുതൽ ഇതിന്റെ ഡീപ്പിൽ പോകണ്ട. കാരണം എന്ന് വെച്ചാല് PG ലെവലിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ, അതിനകത്താണ് എന്ത് വരിക, ഇത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനായിട്ടുള്ളത്. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ലാമ എന്താണ്, മറ്റൊന്ന് ഡാമ എന്താണ്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഡാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതാദ്യം പറയാം. അതായത് ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഇത്തരത്തിലുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ, അതായത് ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം അല്ലാതെയാണ് പുറത്തേക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു പേഷ്യന്റ്, ഡാമ പേഷ്യന്റ് ആദ്യം തീരുമാനിക്കുകയാണ്, എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. ആദ്യം ആരുടെ അടുത്തായിരിക്കും അവര് ചോദിക്കുക? ഡോക്ടർ, അവരെ കൺസൾട്ടിങ് ഡോക്ടറെ അടുത്ത് ചെല്ലും, അല്ലെ? ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത് ചോദിക്കും, എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് തുടരാനായിട്ട് താല്പര്യമില്ല എന്ന് പറയും. അപ്പൊ ഡോക്ടർ അപ്പൊ തന്നെ സമ്മതിക്കും? ഉണ്ടാവില്ല. ഇല്ല, അപ്പൊ തന്നെ സമ്മതിച്ചു കൊടുക്കില്ല, അല്ലെ? എന്താ ചെയ്യാ? ഡോക്ടർ അയാളുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് പറയും, അയാൾ ഇവിടുന്ന് പോയാൽ ഉണ്ടാവുന്ന ഇൽ എഫക്ട്സിനെ കുറിച്ച് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഈ പേഷ്യന്റ് എന്ത് ചെയ്യുന്നില്ല, അവിടെ തുടരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, പോണമെന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, കൺസെന്റ് ഫോം കൈയെടുത്ത് കൊടുക്കും. ഓക്കെ, കൺസെന്റ് ഫോം സൈൻ ചെയ്ത് അവിടെ നമ്മള് EMA ഫോമിൽ കണ്ടില്ലേ കാര്യങ്ങൾ, കൺസെന്റിൽ എന്തൊക്കെയാണുള്ളതെന്ന്, ആ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് എന്ത് ചെയ്യും, സൈൻ ചെയ്തിട്ട് ആ രോഗി പോകും. അതാണ് എന്ത്, ഡാമ പേഷ്യൻസ്. ഓക്കെ, ഇനി നേരെ നമുക്ക് ലാമയിലോട്ട് വരാം. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണല്ലേ, ഇതേ പ്രൊസീജിയർ തന്നെ. അതായത് രോഗി അവിടെ തുടരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, ഡോക്ടറെ കാണുന്നു, ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. അപ്പൊ ഡോക്ടർ ഇതേ റിപ്പീറ്റ് തന്നെ എന്താണ് പറയാണ് ഇയാളോട്, ഇവിടുന്ന് പോയാലുണ്ടാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, പോകാനായിട്ട് പാടുള്ളതെന്ന് പറയാണ്. അപ്പൊ ഇയാൾ പറയണില്ല, എന്തായാലും ഇവിടുന്ന് പോകണം എന്ന് പറയാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും, അല്ലെ? പക്ഷേ ലാമ പേഷ്യൻസ് എന്ത് ചെയ്യുന്നില്ല, കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അതാണ് ഡിഫറൻസ് കേട്ടോ. ഡാമയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത്, എന്നാൽ ലാമയില് അങ്ങനെ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില പേഷ്യൻസ് നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിൽ ചാടി പോകുന്നത്, മതിലൊക്കെ ചാടി, ഹോസ്പിറ്റലിലെ മതിൽ കെട്ടിടം ചാടി പോകുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ എന്തിലാണ് വരുന്നത്, അതൊക്കെ ലാമയിലാ വരുന്നത്. ഓക്കെ, അതായത് അവിടെയുള്ള ഒരു സ്റ്റാഫിനോടോ അവിടെയുള്ള ഡോക്ടറോടോ ചിലപ്പോ എന്താണ്, അല്ലെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റിയോട് പോലും എന്ത് ചെയ്യില്ല, പറഞ്ഞിട്ടായിരിക്കില്ല പോകുന്നത്. അതൊക്കെ എന്താണ്, ലാമയിൽ നമുക്ക് പെടുത്താം. ഓക്കെ, അവരുടെ ബാക്കി വന്നാൽ എന്ത് ചെയ്യും, എന്താ, പേഷ്യന്റിന്റെ ബില്ലൊക്കെ ബാക്കി വരൂലേ? ഇങ്ങനെ പോകുന്ന നേരെ അവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക ചെയ്യുന്നത്, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെയുള്ള കേസുകളൊക്കെ കേട്ടോ, അബ്സ്കോണ്ട്, ചാടിപ്പോകുക എന്നൊക്കെ പറയുന്നത് അബ്സ്കോണ്ട് എന്നാ പറയുക അതിനെ. അങ്ങനെയുള്ള കേസുകളൊക്കെ നേരെ പോലീസ് കംപ്ലൈന്റ് എടുത്തിട്ട് പിന്നെ അവരാണ് അന്വേഷിച്ചത് സെറ്റിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കേസുകൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് നമ്മുടെ PDF കൂടുതലായിട്ട് ലാമ, ഡാമ, സാമ, ഈ മൂന്നാണ് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുക. ഇതിനകത്ത് ലാമയും ഡാമയോ ആണ് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്, ആ നോട്ടില് കൂടുതലായിട്ട് മെൻഷൻ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഡിഫറൻസ് പറഞ്ഞു തന്നത്. ഇപ്പൊ ഒരു കണക്ഷൻ കിട്ടിയില്ലേ? മാം ഒന്ന് സാമയും കൂടെ പറഞ്ഞു. സാമ ഇല്ല, സാമ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട. അതായത് ഈ ലാമയും ഡാമയും തന്നെ അറിഞ്ഞിരുന്നാ മതി കേട്ടോ, സാമ വേണ്ട. ആവശ്യത്തിന് അത് അറിയുന്ന, അതായത് അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ മാം. ഇല്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, മനസ്സിലാവാത്ത ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ഞാൻ പറയുന്നവര് ആൻസർ പറയണം കേട്ടോ, ഞാൻ വിളിക്കുന്നവര്. ഓക്കെ, ഇവിടെ പാലിയേറ്റീവ് കെയർ ചോദിച്ചിട്ടുണ്ടല്ലോ. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ രോഗി എന്ത് ചെയ്യാണ്, ഒരു സാന്ത്വന പരിചരണ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് തീരെ വയ്യാത്ത പേഷ്യൻസ്, കിടപ്പിലായിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഭയങ്കരമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസ്, അവരൊക്കെ എന്ത് ചെയ്യും, നമ്മള് ജീവിതാവസാനം വരെ അവിടെ പാർപ്പിക്കാനായിട്ട് പാലിയേറ്റീവ് കെയറിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ,
ഈ പാലിയേറ്റീവ് കെയർ നമ്മളെ വീടുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യും നമ്മളെ വീടുകളിൽ വന്ന് ചെയ്യാറുണ്ട് അവര്. അതുകൂടാതെ സെന്റേഴ്സും ഉണ്ട്, അവർക്ക് സെന്റേഴ്സും ഉണ്ട്, അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ഫുൾ നമുക്ക് ഫുൾ ഡേ അവരുടെ ഫെസിലിറ്റി നമുക്ക് കിട്ടുമോ? ഫുൾ ഡേ 24 hours കിട്ടുമോ? ആ കിട്ടും, നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് കിട്ടും കൂടുതലായിട്ട്. അല്ലാതെ ഇടയ്ക്ക് വന്ന് ചെയ്തു പോകുന്നവരുണ്ട് കേട്ടോ, 2 തരത്തിലുണ്ട്. ഇനി ഫുൾ ഡേ ചിലവർക്ക് അവർക്ക് ആ ഒരു ഇത് ഫുൾ ഡേ തരാൻ പറ്റിയില്ലെങ്കിൽ ആരോഗ്യം എന്ത് ചെയ്യും, നേരെ സെന്ററിലേക്ക് കൊണ്ടുപോവാ ചെയ്യുന്നത്. ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാ? എന്താ? ആ ഈ ഫ്രീ ആയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ചിലവര് എന്താ പറയാ, തുച്ഛമായിട്ടുള്ള വരുമാനം വാങ്ങി ചെയ്യുന്നവരുണ്ട്. അത് 2 തരത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. വിജി ശ്യാമേ, വിജി ശ്യാമ അവിടെ ഉണ്ടോ? Yes, ma'am. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡിസ്ചാർജ്? എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡിസ്ചാർജ്? Discharge from hospital is the formal release of patients from hospital after a procedure of a course of treatment. ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു റിലീസ് കൊടുക്കുന്നതിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് രേഷ്മ PS. രേഷ്മ, ഡിസ്ചാർജ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? 3 റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, അല്ല 4 റീസൺ ഉണ്ട്, 4 എണ്ണം. എപ്പോഴൊക്കെയാണ് ഡിസ്ചാർജ് ഹാപ്പൻ ചെയ്യുന്നത്, സംഭവിക്കുന്നത്? റൂട്ടീൻ ഡിസ്ചാർജ്, പ്ലാന്റ് ഡിസ്ചാർജ്. അതല്ല, അത് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ആണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഞാൻ ചോദിച്ചത് എപ്പോഴൊക്കെയാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്? A patient leaves hospital on completion of treatment, signing out against medical advice, transferring to another healthcare institution or മാം ഞാൻ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷന് കേറിയില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് കാരുണ്യ കളരിക്കൽ. യെസ് മാം, പറഞ്ഞു, ചോദിച്ചോളൂ. ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു. Routine discharge, AMA discharge, transfer to another hospital facility, and the 4th one, discharge to hospice or palliative care. Okay. Then Jittu Vijay. Yes ma'am. റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. എന്താണ് റൂട്ടീൻ ഡിസ്ചാർജ്? റൂട്ടീൻ ഡിസ്ചാർജ് പറഞ്ഞാല് നമ്മളെല്ലാ ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന ഡിസ്ചാർജ്. എന്തൊക്കെയാണ് റൂട്ടീൻ ഡിസ്ചാർജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? Information about their condition, medications, follow-up care, and lifestyle changes necessary for them. Okay, very good. Then Vidya Sujit. Vidya. Yes, ma'am. AMA discharge പറഞ്ഞേ. AMA against medical advice. Okay. അതായത് ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഡോക്ടറുടെ ഇതില്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നതാണ്. ഓക്കെ. റീസൺ എന്ന് പറഞ്ഞു. വെറൈറ്റി ഓഫ് റീസൺ ഉണ്ടല്ലേ AMAക്ക്. എന്തൊക്കെയാണ് റീസൺസ്? AMA discharge may occur for a variety of reasons, including a desire to leave the hospital early, disagreement with the recommended treatment plan, or defect with the quality of care. Okay. The next one, transfer to another healthcare facility and explain ചെയ്ത്. Priya Raj. Priya. Vaishnavi. Subin. ആരെങ്കിലും ഒരാൾ പറയൂട്ടോ. എല്ലാവരും ലെഫ്റ്റ് ആയി പോവാണ് ചോദ്യം ചോദിച്ചപ്പോ.
ട്രാൻസ്ഫർ ടു അനദർ ഹോസ്പിറ്റൽ കെയർ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒന്നില്ലെങ്കിൽ ഡോക്ടർ തന്നെ റെഫർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യന്റ് റിക്വസ്റ്റ് പ്രകാരം നമുക്ക് ഒരു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരു ഹോസ്പിറ്റൽ അടുത്ത് വേറൊരു ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നതാണ് ട്രാൻസ്ഫർ ടു അനദർ ഹോസ്പിറ്റൽ കെയർ ഫെസിലിറ്റി വരുന്നത്. ഇതിൽ വന്നിട്ട് ഒരു ഫിസിഷ്യൻ റെഫറൽ ഫോം ആവശ്യമാണ്. അത് ഫിസിഷ്യൻ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഓക്കെ മാം. ഓക്കെ. വിജയശ്യാമേ യെസ് മാം. പറഞ്ഞേ, നെക്സ്റ്റ് വൺ പറഞ്ഞേ. ട്രാൻസ്ഫർ ടു പാലിയേറ്റീവ് കെയർ പറഞ്ഞേ. ഡിസ്ചാർജ് ടു പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് കൂടുതൽ ഒരു പരിചരണം കിട്ടാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുന്നതിനെയാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലെ. ഒബ്സ്റ്റാക്കിൾസ് നമ്മളൊരു 6 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വരെ എന്ത് ചെയ്യാം നോക്കിയിട്ട് വരിക. ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ ചാപ്റ്റർ? ഇല്ല മാം, ഈസിയാണ്. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ Thank you. താങ്ക് യു മാം.